നമസ്തേ. 40 ലക്ഷം ഏക്കർ ഭൂമി, 565 എസ്റ്റേറ്റുകൾ, 43 കോട്ടകളും 18,700 ശക്തമായ കോട്ടകളും, ഇതെല്ലാം രജപുത്രൻ രാജ്യത്തിന് നൽകിയതാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അല്ലേ? മതപരമായി വിഭജിച്ച് ഭാഗം വാങ്ങി 50 കോടി രൂപയും വാങ്ങി പിരിഞ്ഞുപോയവരുടെ പിന്മുറക്കാർ കോൺഗ്രസിന്റെ കരുണ കൊണ്ട് ഇതിന്റെ ഉടമ മുസ്ലിം വഖഫ് ബോർഡായി മാറി. എത്ര ഭയങ്കരമായ ഗൂഢാലോചനയാണ് നടന്നത്? 1. പാകിസ്ഥാൻ രൂപീകൃതമായി, കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ. 2. ബംഗ്ലാദേശ് രൂപീകൃതമായി, കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ. 3. ആർട്ടിക്കിൾ 370 നടപ്പിലാക്കി, കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ. ന്യൂനപക്ഷ ബില്ല് കൊണ്ടുവന്നു, കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സ്ഥാപിച്ചു, കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം രൂപീകരിച്ചു, കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ. ന്യൂനപക്ഷ സർവകലാശാല സ്ഥാപിച്ചു, കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷവും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കോൺഗ്രസ് ഇതെല്ലാം ചെയ്തതെന്ന് ഓർക്കണം. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസ് ചെയ്തത് ഗസ്വ ഇ ഹിന്ദിനു വേണ്ടിയായിരുന്നു. ഹിന്ദുവിന് സംവരണം നൽകി അവർക്കിടയിൽ തമ്മിലെടുപ്പിക്കുക. ഗസ്വ ഇ ഹിന്ദിന്റെ യഥാർത്ഥ അർത്ഥം അവരെ ഒരിക്കലും മനസ്സിലാക്കാൻ അനുവദിക്കാതിരിക്കുക, ഇതായിരുന്നു കോൺഗ്രസിന്റെ തന്ത്രം. മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി തന്റെ മൈ ഓട്ടോഗ്രാഫി എന്ന പുസ്തകത്തിൽ 456 പേജിൽ എഴുതി, നെഹ്റുവിന് ഹിന്ദുമതത്തോട് ഇത്രയധികം മുൻവിധി എന്തിനായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സർദാർ പട്ടേൽ നെഹ്റുവിന് മുന്നറിയിപ്പ് നൽകി, നിങ്ങളൊരു ഹിന്ദു വിരുദ്ധ ബില്ല് കൊണ്ടുവന്നാൽ ഞാൻ എൻ്റെ സ്ഥാനം രാജിവെച്ച് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ഹിന്ദുക്കളോടൊപ്പം ചേരും. പട്ടേലിന്റെ മുന്നറിയിപ്പ് കേട്ട് നെഹ്റു ഭയപ്പെട്ടു. സർദാർ പട്ടേലിന്റെ മരണശേഷം മാത്രമാണ് ഹിന്ദു ലോ ബിൽ പാർലമെന്റിൽ പാസാക്കിയത്. ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യവേ ആചാര്യ JP കൃപലാനി പറഞ്ഞു, നെഹ്റു, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റും മുസ്ലിമുമാണ്. നിങ്ങൾ ശരിക്കും ഒരു ഹിന്ദുവായിരുന്നുവെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രം ബാധകമായ ഒരു ബില്ലിന് പകരം എല്ലാ മതങ്ങൾക്കും പൊതുവായ ഒരു സിവിൽ കോഡ് കൊണ്ടുവരുമായിരുന്നു. ചിലപ്പോൾ ഇത്തരം വാർത്തകൾ പങ്കുവെക്കരുത് എന്ന് തോന്നിയേക്കാം, എന്നാൽ രാജ്യ താൽപര്യാർത്ഥം ഒരു ഹിന്ദു ഇത് വായിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. BBC-യുടെ പ്രശസ്ത പത്രപ്രവർത്തകൻ മാർക്ക് ടള്ളി പറഞ്ഞു, വർഷങ്ങളായി വിഷജീവികൾ കാർന്നു തിന്നുകൊണ്ടിരുന്ന രാജ്യത്തെ ഒരു വലിയ വിഷവൃക്ഷത്തെ മോദി വേരോടെ പിഴുതെറിയുകയാണ്. അദ്ദേഹം ഇതിനായുള്ള പോരാട്ടം തുടരും. 2011 UPA സർക്കാരിന്റെ കാലത്ത് സോണിയാഗാന്ധി അധ്യക്ഷയായ നാഷണൽ അഡ്വൈസ്ഡ് കൗൺസിലർ ഒരു ബില്ല് തയ്യാറാക്കി, ശുദ്ധ ഹിന്ദു വിരുദ്ധം. പേര് പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് ബിൽ 2011. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള അറാഫത്തുമായി 1ഉം 2ഉം പറഞ്ഞ അടിയായി എന്ന് വയ്ക്കുക. അറാഫത്ത് കേസ് കൊടുത്താൽ സാക്ഷി വേണ്ട, FIR ഇട്ട് ശിക്ഷ ഉറപ്പാക്കും. വഖഫ് നിയമം പോലെ നോക്കിയാൽ വഖഫ് ആകുന്നത് പോലെ ഇതും അങ്ങനെ തന്നെ. കൂടാതെ ഈ അറാഫത്തിന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപയും കിട്ടും. യെസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു വക്കീലിനോട് ഇതിനെപ്പറ്റി ചോദിച്ചു നോക്കൂ. ഉദ്ദേശം മതം മാറ്റം. ജസിയ നികുതിയുടെ വേറൊരു പേര്. നാട്ടിലെ 90% കുഴപ്പങ്ങൾക്കും കാരണം വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്ന NGO-കളാണ്. അവരിലൂടെയാണ് മണിപ്പൂർ കലാപം, ഷഹീൻ ബാഗ്, കർഷക സമരം, ഗുസ്തിക്കാരുടെ സമരം എന്നിവ പൂത്തുലഞ്ഞത്. ഇനി രാജ്യസ്നേഹികൾക്ക് സന്തോഷം തോന്നുന്ന ചില കാര്യങ്ങളിലേക്ക്. രാജ്യത്തെ വിഷപ്പാമ്പുകൾക്ക് ഒളിച്ചിരുന്ന എല്ലാ മാളങ്ങളിലും മോദി ഫ്യൂരിഡാൻ വിഷമരുന്ന് ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ പാമ്പുകൾ പിടയുന്നത്. ഇടതുപക്ഷക്കാർ, ജിഹാദികൾ, നക്സലൈറ്റുകൾ, മതപ്രചാരകർ, ഭാരതത്തെ നശിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി ഒളിപ്പിച്ചു വെച്ച പാമ്പുകളായിരുന്നു ഇവരെല്ലാം. മോദി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം രാജ്യത്തെ ഉണർത്തി. ഈ വിഷപ്പാമ്പുകളെ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ വരും തലമുറകൾക്കായി അപമാനകരമായ ജീവിതവുമല്ലാതെ മറ്റൊന്നും അവശേഷിക്കില്ലായിരുന്നു. മോദിക്കിനിയും ഒരുപാട് പോരാടാനുണ്ട്. അദ്ദേഹം പോരാടുക തന്നെ ചെയ്യും. എന്നാൽ രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, മോദിക്കൊപ്പം ഉറച്ചു നിൽക്കണം. മോദി ഈ യുദ്ധം തുടങ്ങിയത് തനിക്ക് വേണ്ടിയല്ല, നമുക്കും, ഇത് നമ്മുടെ മക്കൾക്കും ഭാവി തലമുറയ്ക്കും ഭാരതത്തിന്റെ സുവർണ ഭാവിക്കും വേണ്ടിയാണ്.